പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, നമ്മളുടെ ഓരോരുത്തരുടെയും പ്രധാനമന്ത്രി, അദ്ദേഹത്തിനെ എന്തെല്ലാം രീതിയിൽ പറഞ്ഞാണ് അപകീർത്തിപ്പെടുത്തത്. ഒരു പെങ്കൊച്ച് അവൾ ഒരു സിനിമാ തിയേറ്ററിൽ പോയി റിവ്യൂ എടുക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് അവൾ എന്തെല്ലാം തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ മാപ്പുമായിട്ട് വന്നേക്കുന്നു. പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊള്ളണമെന്നും പറഞ്ഞിട്ട് അവൾ മാപ്പുമായിട്ട് വന്നേക്കുന്നു. അത് കഴിഞ്ഞ് വേറൊരു വ്ളോഗർ അവൻ നേപ്പാളിൽ പോയി പോലീസിനെ കല്ലെറിഞ്ഞിട്ടോ ഡൽഹിയിൽ പോയി ആക്രമിക്കണമെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് അവനും മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു. ഇപ്പം വേടൻ എന്ന് പറയുന്ന ഒരുത്തൻ അവനും ഇതുപോലെ അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിട്ടേക്കുന്നു. അത് കഴിഞ്ഞ് രഞ്ജിനി ഹരിദാസ് ഇപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്നത് ഒരു ആണും പെണ്ണും അല്ലാത്ത പെണ്ണിൻ്റെ വേഷം ധരിച്ച് നടക്കുന്നു. ഹിജഡയല്ല, പെണ്ണല്ല, ആണ് വേഷം മാറി നടക്കുന്നു. അത് വലിയൊരു ക്രിമിനൽ കുറ്റമാണല്ലോ, ഒരാണ് വേഷം മാറി പെണ്ണിൻ്റെ വേഷത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ. നെഞ്ചെല്ലാം ആണുങ്ങളുടെ കൂട്ട് തന്നെ. മീശ 2 ദിവസം ഷേവ് ചെയ്യാതിരുന്നാൽ മീശ വരുന്നുണ്ട്. സംസാരം ആണിൻ്റെ തന്നെ. എന്നിട്ട് സാരി ഉടുത്തും ചുരിദാറിട്ട് കമ്മലും മാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. എന്താ ജാൻമണി എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൽക്കട്ടയിൽ നിന്ന് അങ്ങോട്ട് വന്നതാണ്. കേരളത്തിൽ വന്നിട്ട് ഈ പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച്, അമ്മ മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും തോന്നിവാസങ്ങൾ പറയുന്നു. ഇതിനൊന്നും പ്രതികരിക്കാൻ കേരളത്തിലെ BJP നേതൃത്വം ഇല്ലയോ? എൻ്റെ ഒരു സംശയമാണ്. ഞാൻ ഭാരതീയൻ എന്ന് പറയുന്ന ഒരു വ്ളോഗറിൽ അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ജാൻ എന്തോ അവൻ്റെ പേര്, ആ പുരുഷനെതിരെ സ്വയമേ ജാൻമണി എന്നാണ് പേരിട്ടേക്കുന്നത്. ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നെന്ന്. രഞ്ജിനി ഹരിദാസിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റാണത്, മേക്കപ്പറാണത്. ആണാണ്, പെണ്ണല്ല. ആണ് സാരി ഉടുത്ത് നടക്കുന്നു. അപ്പോൾ അവനെതിരെ ക്രിമിനൽ കുറ്റം കുറേ കൊടുക്കാൻ പറ്റും. കാര്യം വേഷം മാറി ഒരു സമൂഹത്തിൽ നടക്കുന്നത് തെറ്റാണ്. പിന്നെ ഇദ്ദേഹത്തിന്, നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം തോന്നിവാസങ്ങളാണ് വിളിച്ച് പറയുന്നത്. ഇനി ഇവരും മാപ്പും പറഞ്ഞുകൊണ്ട് വരും, കരഞ്ഞുകൊണ്ട് വരും. ഇതിന് ഒറ്റ എണ്ണത്തിന് മാപ്പ് കൊടുക്കരുത്, എല്ലാത്തിനും പിടിച്ച് ജയിലിലിടണം. ഇവരെന്താണെന്ന് വെച്ചാൽ വേറൊരാൾ ഇനി അത് ആവർത്തിക്കാതിരിക്കാനുള്ള രീതിയിൽ തന്നെ പണിഷ്മെൻറ്റ് കൊടുക്കണം. ഇവൻ ആരാണ്? കൽക്കട്ടയിൽ നിന്ന് വന്ന് കേരളത്തിൽ വന്ന് കുറേ സിനിമാ താരങ്ങളുടെ ഇതുപോലെ ഈ രഞ്ജിനി ഹരിദാസിൻ്റെ കൂടെയൊക്കെ കയറി മേക്കപ്പാന്നും പറഞ്ഞുകൊണ്ട് നാട് നിൽക്കുന്നു. ഇവനൊക്കെ ചെയ്യുന്ന പരിപാടി എന്തുവാണെന്ന് ആർക്കറിയോ? ആണും അല്ല പെണ്ണും അല്ല. ഇവരെ നമ്മുടെ നാട്ടിൽ ആണും അല്ല പെണ്ണും അല്ലെന്ന് പറയുന്നതാണ് ട്രാൻസ്ജെൻഡർ. അത് ഓക്കെ, അത് നമ്മുടെ ഹിജഡ എന്ന് പറയും. അതല്ല, ആണ് പെൺവേഷം കെട്ടി നടക്കുന്നു, എല്ലാ മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവനെയൊക്കെ പിടിച്ച് ജയിലിലിടുകയല്ലേ വേണ്ടത്? ഈ കേരളത്തിലെ BJP നേതൃത്വം എന്ത് ചെയ്യുവാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും അപവാദങ്ങൾ? ഒരു പാർട്ടി നോക്കണ്ട, വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെയൊക്കെ പറയുന്നത് കണ്ടിട്ട് വേറൊരു സ്റ്റേറ്റിലും ഇത് കാണുന്നില്ല, കേരളത്തിൽ മാത്രമാണ്. ഒരു സ്റ്റേറ്റിലും, ഒരു ന്യൂസ് പേപ്പറിലും, ഒരു ചാനലുകളിലും, ഒരു സോഷ്യൽ മീഡിയയിലും ഇതുപോലെ പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോസും ഒരു സ്റ്റേറ്റിലും ഇടുന്നില്ല. കേരളത്തിൽ മാത്രമാണത് നടക്കുന്നത്. എന്താണ് കാരണം? അപ്പോൾ അത്രയ്ക്ക് പേടിയില്ലായ്മയില്ലയോ? അത് പൊതുവേ പറയാൻ ഇപ്പം കേരളത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത്. ഭരണം മാറിയിട്ടും ഭരണം മാറുന്നതിന് മുമ്പും എല്ലാ തോന്നിവാസങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന് നിയമം ശക്തമാകണം. സ്റ്റേറ്റിൻ്റെ നിയമവും സെൻട്രൽ നിയമവും ഇതുപോലൊക്കെ. ഒരു വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ പോയി, ഒരു അറേബ്യൻ നാടുകളിൽ പോയി അവിടുത്തെ ഭരണാധികാരിയെ ഇങ്ങനെയൊക്കെ അപമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പുറലോകം കാണുമോ? എന്ത് ഇതാണ് കാണിക്കുന്നത്, പറയുന്നതൊക്കെ. നമുക്കൊക്കെ അവർ ഉപയോഗിച്ച വാക്കുകൾ പറയാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കാര്യം നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, നമ്മുടെ ഓരോരുത്തരുടെയും പ്രധാനമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി, നമ്മളുടെ ഓരോരുത്തരുടെയും മുഖ്യമന്ത്രി, അത് ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ എല്ലാവരുടെയാണ്. ഒരു പ്രത്യേക പാർട്ടിയുടെയോ പ്രത്യേക വിഭാഗത്തിൻ്റെയോ ഒന്നുമല്ല.
ഓരോരുത്തരുടെയും മുഖ്യമന്ത്രിയും ഓരോരുത്തരുടെയും പ്രധാനമന്ത്രിയുമാണ്. പക്ഷേ ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു ഈ പുലി പതുങ്ങിയിരിക്കുമല്ലോ ഒരു ചാട്ടം ചാടുന്നതിന് വേണ്ടി, അതിനാണെന്ന് തോന്നുന്നു ഈ ഭരണാധികാരികളെല്ലാം ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കുന്നത്. ഏതോ വലിയ സംഭവം വരാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു മുൻപിലായിട്ടുള്ളൊരു സൈലൻ്റാണ് തോന്നിയത്. കാര്യം ഇത്രയ്ക്ക് രാജ്യത്തിൻ്റെ പരമോന്നത വ്യക്തികളെയൊക്കെ, ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെയൊക്കെ വെറും ഏഴാം കൂലി, ഒരു വാല്യൂ ഇല്ലാത്ത പറയണം. ഒരു പെണ്ണിൻ്റെ വേഷം കെട്ടി നടക്കുന്ന ഒരാണ്, ഇവനൊക്കെ എന്ത് വാല്യൂ ആണ് സമൂഹത്തിലുള്ളത്? ഇവൻ്റെയൊക്കെ വായിൽ നിന്ന് പോലും ഇത്രയ്ക്കോളം അപവാദങ്ങൾ വരുവാന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്താൻ, ഇവനെയൊക്കെ ചട്ടമൊക്കെ അടിക്കാൻ നാട്ടിൽ ആളുകളില്ലാഞ്ഞിട്ടാണോ? പോലീസുകാരില്ലാഞ്ഞിട്ടാണോ? എന്താണ് അതിൻ്റെ കാരണം? ഏറ്റവും വലിയ തെറ്റാണ് വേഷം മാറി നടക്കുക എന്നുള്ളത്. അതിനെതിരെ പോലും ഇപ്പം കേരളത്തിലൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. പണിക്ക് പോകാതെ കൂലിപ്പണിക്കെങ്കിലും പോയി ജോലി ചെയ്യാനുള്ളതിന് ഭയങ്കര നമ്മുടെ ആണുങ്ങളുടെ കൂട്ടുള്ള ആരോഗ്യമുണ്ട്, ശരീരപ്രകൃതവും ആണുങ്ങളുടെയാണ്, സൗണ്ടും എല്ലാം ഒത്ത ആണാണ്. ആ ആണ് അവന്മാരെല്ലാം ഇപ്പോൾ ആണെങ്കിൽ സാരിയും പെണ്ണുങ്ങളുടെ വേഷം കെട്ടി അങ്ങ് നടക്കുക കേരളത്തിൽ മൊത്തം. എവിടെ ചെന്നാലും കൊല്ലത്ത്, ഓച്ചിറയിൽ, കൊറ്റംകുളങ്ങരയിൽ, ഈ കേരളത്തിൽ വടക്കേറ്റം മുതൽ തെക്കേറ്റം മുതൽ എവിടെ നോക്കിയാലും ഈ ആണുങ്ങൾ, ഒത്ത ശരീരമുള്ള ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം കെട്ടി നടക്കുന്നു. എത്ര വേഷം കെട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് ഇവരൊക്കെ ഈ രാത്രിയുടെ മറവിൽ അനാശാസ്യങ്ങളും കള്ളത്തരം, കൊലപാതകവും, മോഷണവും ഒക്കെ ആയിരിക്കും ഇവർ നടത്തുന്ന കാര്യം. അവർക്ക് ആണല്ലേ, അവർ പെണ്ണുങ്ങളല്ലല്ലോ. അല്ലാതെ ഈ ഹിജഡ എന്ന് പറയുന്നൊരു വിഭാഗം കേരളത്തിൽ വലുതായിട്ടില്ല. അവർ നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന, ഇങ്ങനെ നോർത്ത് ഇന്ത്യ സ്റ്റേറ്റിലോട്ട് കേരളത്തിൽ മാത്രം അവരെ കാണാറില്ല. ഒറിജിനലായിട്ടുള്ള ട്രാൻസ്ജെൻഡർ ഹിജഡകൾ, ഒറിജിനൽ ഹിജഡകൾ അവർ നല്ല വ്യക്തികളാണ്, നല്ല സമൂഹത്തിന് എല്ലാ വ്യക്തികളെയും മാനിക്കുന്നവരാണ്, റെസ്പെക്റ്റ് കൊടുക്കുന്നവരാണ് മജോറിറ്റി. കുറേ വിഭാഗങ്ങൾ കാണും, ഇല്ലെന്ന് പറയുന്നില്ല, ഈ ഫ്രോഡ് പണിയും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ നമ്മുടെ വേണ്ടപ്പെട്ട ഭരണാധികാരികളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ല ഈ സമൂഹത്തിൽ അഡ്വക്കേറ്റും അതുപോലെ നല്ല നല്ല ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല കാര്യങ്ങൾ പ്രചരിക്കുന്ന വ്യക്തികളൊക്കെ ഇതിനെതിരെ ഒന്ന് ആക്ഷൻ സ്വീകരിച്ച് ലീഗലായിട്ട് നീങ്ങിയാൽ നല്ലതായിരിക്കുമെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണെന്ന്. നന്ദി, നമസ്കാരം.